നമ്മുടെ സംസ്ഥാനം എത്ര അതിഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രതിസന്ധി മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രം ഞെരിക്കുന്നു, കേന്ദ്രം തരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നടത്തിയൊരു പ്രചരണം എന്താണ്? ഞങ്ങളുടെ അവകാശം ചോദിക്കുന്നു, അപ്പോൾ കോടതിയിൽ കൊടുത്ത കേസ് പിൻവലിച്ചാലേ തരൂ എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു ശ്രമം നടത്തുകയാണ്. നിർഭാഗ്യവശാൽ മാധ്യമങ്ങളും അതിനെക്കുറിച്ചിട്ട് വലിയ പിടിയില്ലാത്തതുകൊണ്ട് ആ കുഴിക്കകത്ത് മാധ്യമങ്ങളും വീണു പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ഏറ്റവും മോശമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി നിലനിൽക്കുന്ന 3 സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അതിൽ പഞ്ചാബും രാജസ്ഥാനും കേരളവുമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇന്ത്യയിൽ ഏറ്റവും മോശമായിട്ടുള്ള പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മൾ കേരളത്തിൻ്റെ കടത്തെക്കുറിച്ചിട്ട് വന്ന കണക്ക് നമ്മൾ നോക്കിയാൽ 2016 1,60,000 കോടി രൂപയായിരുന്നു കടമെങ്കിൽ 2024 ആയപ്പോൾ അത് 4,29,000 കോടി എന്നുള്ള നിലയിലേക്ക് വന്നുവെന്നാണ് ലോക്സഭയിൽ പ്രേമേന്ദ്രന് കൊടുത്തിട്ടുള്ളൊരു മറുപടിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. 4,25,000 കോടി രൂപയുടെ കടം എന്ന് പറയുമ്പോഴത്തേക്കും പ്രതിശീർഷ കടം എന്ന് വെച്ചാൽ നമ്മുടെ ജനസംഖ്യ അതുകൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ അതാണ്ട് ഒരു 2 ലക്ഷം രൂപയോളം കടം ഇന്ന് ജനിക്കുന്ന കുട്ടി മുതൽ നാളെ മരിക്കാൻ പോകുന്ന വയോവൃദ്ധൻ വരെയുള്ള ആളുകളുടെ തലയുടെ മുകളിലുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. നമ്മുടെ റവന്യൂ കമ്മിയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഓൾ സ്റ്റേറ്റ് ആവറേജിനേക്കാൾ മുകളിലാണ് നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ്. നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ്, നമ്മുടെ ധനക്കമ്മിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും അത് ഓൾ സ്റ്റേറ്റ് ആവറേജിനേക്കാൾ മുകളിലാണ്. നമ്മുടെ പലിശ ചെലവ് ഏതാണ്ടൊരു 19-20% പറയുന്നത്. അതും ഓൾ സ്റ്റേറ്റ് ആവറേജ് എന്ന് പറയുന്നത് ഏതാണ്ടൊരു 12-13% വരും. അതുപോലെ തന്നെ നമ്മുടെ മൊത്തം എക്സ്പെൻഡിച്ചറിൽ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ, അതായത് മൊത്തം എക്സ്പെൻഡിച്ചറിൽ ശമ്പളം പെൻഷനും കൂടെ ചേർന്നിട്ട് നമ്മൾ ഏതാണ്ടൊരു 67-68% തുക ചെലവഴിക്കുന്നു എന്നാണ് ഇപ്പോൾ കണക്ക് വന്നിട്ടുള്ളത്. അത് ഓൾ സ്റ്റേറ്റ് ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 55%. അപ്പോൾ ഏതാണ്ടൊരു 68% കേരളത്തിൽ. അപ്പോൾ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് നമ്മുടെ പൊതു ധനകാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും മോശമായിട്ടുള്ള 3 സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. ഈ സാഹചര്യത്തെ തരണം ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 14-15 ധനകാര്യ കമ്മീഷൻ മുതൽ ഒരു പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് നമുക്ക് നൽകിയിട്ടുണ്ടായി. ഈ പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് എന്ന് പറയുന്നത്, നമുക്ക് റവന്യൂ കമ്മിയുണ്ട്, നമ്മുടെ റവന്യൂ വരുമാനത്തെക്കാൾ റവന്യൂ ചിലവ് കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് റവന്യൂ കമ്മിയുണ്ട്. ആ റവന്യൂ കമ്മിയുള്ള ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിലൊന്നാണ് നമ്മുടെ കേരളം. അപ്പോൾ അതുകൊണ്ട് ഒരു 4-5 വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ റവന്യൂ കമ്മി പരിഹരിക്കുന്നതിന് വേണ്ടി 14ാം ധനകാര്യ കമ്മീഷനോ 15ാം ധനകാര്യ കമ്മീഷനോ ഒരു പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് നമുക്ക് തന്നു. ഇത് നമുക്ക് തന്ന എന്തിനാണ്? 5 വർഷം കൊണ്ട് നമ്മുടെ റവന്യൂ കമ്മി ഇല്ലാതാക്കാനാണ്. ആ പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റിൻ്റെ ഭാഗമായി ഏതാണ്ട് 50,000-ലധികം കോടി രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ 50,000-ലധികം കോടി രൂപ കിട്ടിയിട്ടും നമ്മുടെ റവന്യൂ കമ്മി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? അത് ഇനിയും തന്നുകൊണ്ടിരിക്കാനാണ്. അതായത് ഞങ്ങളുടെ കമ്മി അവിടെ തന്നെ നിൽക്കും, അപ്പോൾ ഞങ്ങൾക്ക് തരുന്ന ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് ഞങ്ങൾക്ക് നിരന്തരമായി തന്നുകൊണ്ടിരിക്കുമെന്നുള്ള ശുദ്ധ അസംബന്ധം വിളിച്ചു പറയുകയാണ് സംസ്ഥാന ഗവൺമെൻറ്. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഈ മൂലധന ചിലവുണ്ട്. മൂലധന ചിലവാണ് യഥാർത്ഥത്തിൽ സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്കൊക്കെ പിന്നീട് സഹായിക്കുക. അത് 1.1% നമ്മുടേത്. ഇത് ഏറ്റവും കുറവ്. അത് ഓൾ സ്റ്റേറ്റ് ആവറേജ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2.8%. അപ്പം നമ്മൾ ധനകാര്യ മേഖലയിൽ ഏതു മാനദണ്ഡം എടുത്തു നോക്കിയാലും ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ ഏറ്റവും മോശമായിട്ടുള്ള ധനകാര്യ മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ധനകാര്യ മാനേജ്മെൻറ്റ് ഇങ്ങനെ പാളാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ മൊത്തം ചെലവിൽ ഏതാണ്ട് 10-28% ശമ്പളത്തിനും പെൻഷനും കൊടുക്കണം എന്നുള്ളതാണ്. 2, നമ്മുടെ റെക്കലെസ് ആയിട്ടുള്ള കടമെടുപ്പാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 1.5 ലക്ഷത്തിൽ നിന്ന് 4.5 ലക്ഷം കോടി രൂപയിലേക്ക് അത് പോകുന്നു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? നികുതി പിരിവിൽ നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. നികുതി പിരിവിനെക്കുറിച്ചിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഒന്നും പറയുന്നില്ല. ഏതാണ്ട് 15,000-20,000 കോടി രൂപയോളം ഒരു വർഷം നികുതി കുടിശ്ശിക നമുക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ പഠിച്ചിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു വശത്ത് വലിയ തോതിൽ ചെലവ് നമ്മൾ കൂട്ടുന്നു, മറുവശത്ത് പിരിക്കാനുള്ള പണം നമ്മൾ പിരിക്കുന്നില്ല.
അത് സ്വർണത്തിൻ്റെ മേഖലയിലാകട്ടെ, ടൂറിസത്തിൻ്റെ മേഖലയിലാകട്ടെ, പിന്നെ ഈ തോട്ടത്തിൽ പിന്നെ തോട്ട ഉടമകളിൽ നിന്ന് പിരിക്കാനുള്ള പണമാകട്ടെ, അങ്ങനെ വലിയ തോതിലുള്ള നികുതി കുടിശ്ശിക നമുക്കുണ്ട്.